നമ്മൾ നാട് മാറി വരെയല്ലേ, പുതിയ പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയല്ലേ. നമുക്ക് ഇന്ത്യക്കാകെ മാതൃകയായിട്ടുണ്ട് കേരളത്തിലെ മുഴുവൻ അധ്യാപകർ ഒരു വേഷം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ശക്തിയല്ല. എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയണേ? ഒന്ന് ഈ വസ്ത്രത്തിന്റെ കാര്യത്തിൽ എന്ത് ധരിക്കണമെന്ന് സംബന്ധിച്ചിടത്തോളം സ്കൂൾ അധികാരികൾ ഇടപെടാൻ വേണ്ടി പാടില്ല. ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല, കള്ളെ കാട്ടുകളെ. രണ്ടാമത്തെ കാര്യം, അവിടെ ഒരു യൂണിഫോം ഉണ്ടാവും. അത് ആ യൂണിഫോം അവിടെ എല്ലാ വിദ്യാർത്ഥികളും അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്. തട്ടമിട്ടോട്ടെ, പക്ഷേ മുഖം മറയ്ക്കരുത്. നിലപാട് വ്യക്തമാക്കി മന്ത്രി ശിവൻകുട്ടി. കഴിഞ്ഞ ദിവസമായിരുന്നു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ പഠിക്കുന്ന മുസ്ലിം പെൺകുട്ടിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചത്. സംഭവിച്ചത് ഇവിടെ സ്കൂളിൽ എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞു. ഈ ഷോൾ ഇടാൻ, അതായത് ഈ തലയിൽ ഇട്ടിരിക്കുന്ന ഇത് ഇടാനായിട്ട് സമ്മതിക്കണല്ലോ. എറണാകുളം പള്ളുരുത്തി സെന്റ് റിത പബ്ലിക് സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയെ ശിരോവസ്ത്രം ധരിച്ചതിന്റെ പേരിൽ ക്ലാസ്സിൽ കയറ്റാത്ത സംഭവം. ഇതിനു പിന്നാലെ സ്കൂൾ പ്രിൻസിപ്പലും സത്യാവസ്ഥ വെളിപ്പെടുത്തി രംഗത്തെത്തി. കഴിഞ്ഞ 4 മാസമായി കുട്ടി മാനേജ്മെന്റിനെ അനുസരിച്ചാണ് സ്കൂൾ യൂണിഫോം ധരിച്ചതെന്നും പെട്ടെന്നാണ് ഹിജാബ് ധരിച്ചു വന്നതെന്നുമാണ് പ്രിൻസിപ്പലിന്റെ വാദം. എന്നാൽ പെൺകുട്ടി പറഞ്ഞത് ഇങ്ങനെയല്ല. തട്ടം നിർബന്ധപൂർവ്വം അയച്ചുമാറ്റാൻ പറഞ്ഞതായാണ് കുട്ടി പറയുന്നത്. സത്യത്തിൽ ഇതിൽ ആരുടെ ഭാഗത്താണ് തെറ്റ്? ആര് പറയുന്നതാണ് വിശ്വസിക്കേണ്ടത്? ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും സ്കൂൾ യൂണിഫോം എല്ലാവർക്കും ബാധകമാണ്. തട്ടമിടുന്നതിന് ഒരു കുഴപ്പവുമില്ല. എന്നാൽ മുഖം മറയ്ക്കുന്നത് ശരിയുമല്ല. ഇക്കാര്യത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തുക.